ചെറുതും വലുതുമായ നിരവധി സിനിമകളാണ് ഇത്തവണ വിഷു റിലീസായി തിയേറ്ററുകളിലെത്തിയത്. മികച്ച പ്രതികരണങ്ങളും സമ്മിശ്ര പ്രതികരണങ്ങളും സ്വന്തമാക്കി ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റം നടത്തി കുതിക്കുകയാണ് ഈ സിനിമകൾ. ഇപ്പോഴത്തെ ഈ സിനിമകളുടെ 7ാം ദിവസ കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നസ്രൻ ചിത്രമായ ആലപ്പുഴ ജിംഖാനയാണ് കളക്ഷനിൽ ഒന്നാമത് നിൽക്കുന്നത്. 7ാം ദിവസം 2.35 കോടിയാണ് ചിത്രം നേടിയത്. മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് തമിഴ്, തെലുങ്ക് പ്രേക്ഷകരിൽ നിന്നടക്കം ലഭിക്കുന്നത്. നസ്ലിന്റെ പ്രകടനത്തിനും മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. തൊട്ടുപിന്നിൽ രണ്ടാമതായി തന്നെ ബേസിൽ ജോസഫ് ചിത്രം മരണമാസം നിൽക്കുന്നുണ്ട്. 0.68 കോടിയാണ് ചിത്രം 7ാം ദിനം നേടിയത്. പതിയെ ചുവടുകൾ വെച്ച് തുടങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഇപ്പോൾ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ബേസിൽ ചിത്രം ആദ്യ ദിനത്തിൽ 1.1 കോടി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതായാണ് റിപ്പോർട്ടുകൾ. മലയാളത്തിലും തമിഴിലുമായി 3 ചിത്രങ്ങളോട് ക്ലാഷ് റിലീസ് ചെയ്ത് മികച്ച കളക്ഷൻ തന്നെ മരണമാസിന് നേടാനായിട്ടുണ്ട് എന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. അതേസമയം മമ്മൂട്ടി ചിത്രമായ ബസൂക്കയ്ക്ക് 0.37 കോടി മാത്രമാണ് നേടാനായത്. നവാഗതനായ ഡിനോ ഡെന്നി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വസുദേവ് മേനോനും നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ചിത്രത്തിന്റെ കഥയ്ക്കും തിരക്കഥയ്ക്കും വിമർശനങ്ങളും ലഭിക്കുന്നുണ്ട്. ആഗോള ബോക്സ് ഓഫീസിൽ ഇതുവരെ ചിത്രം 20 കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം തമിഴ്നാട്ടിൽ വലിയ വിജയം നേടി മുന്നേറുന്ന അജിത് ചിത്രം ഗുഡ് ബാഡ് അഗ്ലിക്കും കേരളത്തിൽ നല്ല കളക്ഷൻ ലഭിക്കുന്നുണ്ട്. 0.21 കോടിയാണ് സിനിമയുടെ 7ാം ദിനത്തിലെ കളക്ഷൻ. റിലീസ് ചെയ്ത് 7 ദിവസം കഴിയുമ്പോൾ 3.63 കോടിയാണ് സിനിമയുടെ കേരളത്തിൽ നിന്നുള്ള ഗ്രോസ് കളക്ഷൻ. കുറച്ചധികം നാളുകൾക്ക് ശേഷം കേരളത്തിൽ വിജയം കൈവരിക്കുന്ന അജിത് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. മുൻപിറങ്ങിയ വിടാമുയർച്ചയ്ക്ക് കേരളത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനായിരുന്നില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.